ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൽ വീണ്ടും ദൈവജനത്തിൻ്റെ മുമ്പാകെ ദൈവജനമായി നിൽപ്പാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ കർത്തൃദാസന്മാർ പാസ്റ്റർ സജി, പാസ്റ്റർ ഷിബു, അദ്ദേഹം ഇവിടെയില്ല എങ്കിലും കർത്തൃദാസന്മാരെയും അവരുടെ സ്നേഹത്തെയും കർത്തൃദാസന്മാരെ ഇവിടെ വരുന്നവരെ ശുശ്രൂഷയിൽ സഹായിപ്പാനുള്ള അവരുടെ മനസ്സിനെയും ഞാൻ ഈ അവസരത്തിൽ ഓർത്ത് നന്ദി പറയുകയാണ്. I thank and praise God for Saji Pastor and Shibu Pastor for their also giving opportunity for any visiting parents and pastors during their ministry. ഇവിടെയുള്ള സഭാജനത്തെ, ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I like to thank God for this church and everybody as believers in this church as well. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ഇടയിൽ വരുന്ന കുടുംബങ്ങളിലെ മക്കളെ പ്രത്യേകം പരിഗണിക്കുകയും അവരുടെ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ട ശിക്ഷണം, ദൈവവചന പഠനമൊക്കെ നൽകുവാൻ ദൈവസഭ കാണിക്കുന്ന തീവ്രമായ ഉത്സാഹത്തിന് നന്ദി പറയുന്നു. I like to thank God for the great enthusiasm the church is showing in teaching and growing in spiritual life in everybody that belongs to this church. ഞങ്ങളുടെ മക്കളോടും കുടുംബത്തോടും സഭ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കട്ടെ. I would also like to thank the church for the special love you are showing to Sam brother and family. കർത്താവിന് മനസ്സായാൽ ഈ വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2-3 ആഴ്ചകൾക്ക് ശേഷം അടുത്ത മാസം ആദ്യം ഞങ്ങളുടെ മക്കൾ 3 പേരും അവരുടെ കുടുംബങ്ങളായും നാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. Pastor will be, God willing, he will be traveling this Friday back to Kerala, and then a couple of weeks later his rest of the family will also be joining him in Kerala. പ്രത്യേകം യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 6 കൊച്ചുമക്കൾ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുണ്ട്. അവർ 6 പേരും ഈ രാജ്യങ്ങളിലൊക്കെ ജനിച്ച് വളർന്നവരാണ്. അവരെയും കൊണ്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് പോകുന്ന ഒരു യാത്ര പ്രത്യേകം ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമാണ്. I kindly request the special prayer of the church. God has given pastor with 6 grandchildren. All of them were born abroad, so it's the first time they are flying back to India. നിങ്ങൾക്കറിയാവുന്നതുപോലെ മലബാറിൽ, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ ജില്ലയായ കണ്ണൂർ ജനിച്ചു വളർന്ന് മലബാറിൽ തന്നെ കർത്താവിൻ്റെ വേല ദീർഘവർഷങ്ങളായി ചെയ്യുവാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ്. Pastor was born and brought up in Kannur, and he has ministered in the Malabar area as well all these days. പ്രിയ സജി പാസ്റ്ററുടെ ഫാമിലിയുമായും പ്രത്യേകിച്ച് തൻ്റെ ഇളയ സഹോദരൻ അലക്സ് മാത്യു ഞങ്ങളുടെ കൗൺസിലിൽ, ഞങ്ങളുടെ മലബാർ ഏരിയയിലെ ഒരു അനുഗ്രഹീതനായ പാസ്റ്ററാണ്. അദ്ദേഹം പ്രിസ്പിറ്ററായിട്ടുമൊക്കെ സേവനമനുഷ്ഠിപ്പാനിടയായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ദൈവദാസന്മാർ, മലബാറിൽ തന്നെ ജനിച്ചു വളർന്ന ഒത്തിരി ദൈവദാസന്മാർ ഉൾപ്പെട്ട ഒരു പ്രവർത്തന വിധമാണ് മലബാറിൽ ഞങ്ങൾക്കുള്ളത്. In the Malabar area, they have a very blessed service and a ministry happening over there. Saji Pastor's brother and his family, and they were all to be work together in that area for God. ഒരു വർഷത്തിന് ശേഷം ദൈവദാസന്മാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നത് ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് പോകുന്നത്. കണ്ണൂർ പട്ടണത്തിലെ ദൈവസഭയിൽ കഴിഞ്ഞ 25-ലധികം വർഷമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് വരേണ്ടതായി വന്നത്. I am actually going after a year's break back to Kerala, so I'm very excited. At the same time, for the past 25 years I have been ministering in the Malabar area. ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെ വഴികൾക്കുമായി തുടർന്നുള്ള ആയുസ്സിൻ്റെ നാളുകളെയും ഞങ്ങൾ സമർപ്പിക്കുക. I will also surrender myself into the hands of God for his guidance and leading. ഇവിടെ ആയിരുന്ന സമയത്ത് ICF, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ പലപ്പോഴും ശുശ്രൂഷയ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. താല്പര്യത്തോടെ ദൈവവചനം കേൾക്കാൻ ദൈവമക്കൾ മനസ്സ് വെച്ച് പലരും ദൈവവചന ശുശ്രൂഷയെ ഒരു വാക്കിൽ എൻകറേജ് ചെയ്യാൻ, അഭിനന്ദിക്കാൻ പലപ്പോഴും ഇടയായിട്ടുണ്ട്. നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. I have been given multiple opportunities in this church to stand with the word of God. I'd like to thank God and the believers over here for giving me a word of encouragement and listening to me. എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന, ദൈവസഭ ഇനിയും അനുഗ്രഹിക്കപ്പെടട്ടെ. അനേക കുടുംബങ്ങൾ ഇനിയും സഭയോട് ചേർന്ന് വരട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ ഈ ദേശത്ത് പിന്നെയും അനേകം മിഷണറിമാരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനമായി ICF ചർച്ച് ആയിത്തീരട്ടെ. കർത്തദാസന്മാരെ ഇതിനു വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. My honest prayer is that God will provide more families to come in a part of this church, and God will raise more prophets and ministries
missionaries from this church as a part of the training here. അല്പസമയം ദൈവജനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രചോദനം നൽകിയ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 25 വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 25 വാക്യം. ഞാൻ മലയാളത്തിൽ വായിക്കാം, പ്രിൻസ് പിന്നീട് ഇംഗ്ലീഷിലും വായിക്കുന്നതാണ്. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. Now there stood by the cross of Jesus his mother and his mother's sister Mary the wife of Cleopas and Mary Magdalene. ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്റ്റാൻഡിങ് നിയർ ദ ക്രോസ്, യേശുവിൻ്റെ ക്രൂശിന് അരികെ. Pastor wants to talk about standing near the cross as a main subject for today. അല്ലെങ്കിൽ ക്ലിങ്ങിങ് ടു ദ ക്രോസ്, ക്രൂശിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന അനുഭവം. Or else about the clinging or standing close to cross. സുവിശേഷകന്മാർ 4 സുവിശേഷങ്ങളും യേശുവിൻ്റെ ക്രൂശുമരണത്തെ വിവരിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ യേശുവിൻ്റെ ക്രൂശുമരണം നേരിട്ട് ആ കഷ്ടങ്ങൾ കണ്ട വ്യക്തി എന്ന നിലയിൽ അല്പം വിശദമായി യേശുവിൻ്റെ ക്രൂശുമരണത്തെ വിവരിക്കുന്നുണ്ട്. We see that all the 4 gospel writers have actually given a description about God's crucifixion, but John has witnessed it in person, so he gives an in detail discussion about it. യേശുക്രിസ്തുവിൻ്റെ ക്രൂശും ആ മരണവും ആ സമയവും അതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങൾ യേശു ജീവിച്ചിരുന്ന സമയത്ത് ചെയ്ത അത്ഭുതങ്ങൾ പോലെയുള്ള വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്ന ഇടമാണ് യേശുവിൻ്റെ ക്രൂശീകരണ രംഗവും. As the crucifixion of Jesus was unfolding in the place, it was also a great miracles happening at the same time as he was doing his ministry. അതൊന്നും വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. I'm not going to take time to describe about it. അങ്ങനെ നമുക്ക് വളരെ ആഴത്തിൽ പഠിക്കാൻ കഴിയുന്ന മറ്റൊരു വേദഭാഗമാണ്, അല്ലെങ്കിൽ മറ്റൊരു രംഗമാണ് ഇവിടെ നാം വായിച്ച 19 അധ്യായം 25 വാക്യത്തിൽ ഒരു കൂട്ടം സഹോദരിമാർ യേശുവിൻ്റെ ക്രൂശിന് അരികെ നിന്നു. So in the same way, this is something we have to study in depth. What we see is actually a group of sisters who were standing next to the cross. തൻ്റെ ക്രൂശിനരികെ നിന്ന ഈ സഹോദരിമാരെ നമുക്ക് ആദ്യം ഒരു നിമിഷം ചിന്തിക്കാം. Let us think about these sisters who were standing next to the cross. അവർ ആരൊക്കെയാണ് അവിടെ വായിക്കുന്നത്? യേശുവിൻ്റെ അമ്മ. First person we see is Jesus' mother. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മ. We see that next to the cross. രണ്ടാമത് വായിക്കുന്നത് അമ്മയുടെ സഹോദരി. Next person is mother's sister. മൂന്നാമത് യോഹന്നാൻ എഴുതുന്നു ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ. The third one is Mary the wife of Cleopas. നാലാമത് ആള് മഗ്ദലക്കാരത്തി മറിയ. And the fourth person is Mary the Magdalene. അവിടെ വായിക്കുന്നത് അവർ നിന്നിരുന്നു, യേശുവിൻ്റെ ക്രൂശിനരികെ നിന്നിരുന്നു. We read that actually they stood by the cross. ഇവര് 4 പേരെ കുറിച്ച് വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. Let us try to understand about these 4 people. ആദ്യം നാം വായിക്കുന്നത് യേശുവിൻ്റെ അമ്മ മറിയ. First person is Jesus' mother. ഈ 4 പേരിൽ ആദ്യത്തെ പേര് യേശുവിൻ്റെ അമ്മ മറിയയുടെയാണ്. Among the 4 people, the first name is Jesus' mother. അങ്ങനെ ആയിരിക്കണമല്ലോ. That is how it should be. ഈ 4 പേരിൽ പ്രോമിനന്റ് ആയിട്ടുള്ളയാള് യേശുവിൻ്റെ അമ്മ മറിയ തന്നെയാണ്. The most important person in the 4 people is Jesus' mother. എല്ലാ അമ്മമാരെക്കാളും വളരെ വിശേഷപ്പെട്ട ഒരു അമ്മയാണ് യേശുവിൻ്റെ അമ്മ മറിയ. Among all the other mothers, the mother of Jesus is very special. കാരണം ഈ അമ്മയ്ക്ക് നൽകപ്പെട്ടതുപോലെ ഒരു മകൻ വേറെ ഒരു അമ്മയ്ക്കും ലോകത്ത് നൽകപ്പെട്ടിട്ടില്ല. No other woman in the world has been given like a son like Jesus. അല്ലെങ്കിൽ ഈ മകന് നൽകപ്പെട്ട ഈ അമ്മയെ പോലെ ലോകത്തൊരു മക്കൾക്കും മറ്റൊരമ്മ ലഭിച്ചിട്ടില്ല. Or no son would have ever received a mom like what Jesus received. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ അമ്മ മറിയ ലോകത്തെ ഏറ്റവും അധികം പുകഴ്ത്തപ്പെടുന്ന ഒരു വനിതയാണ്. So she is a person who is being praised about around the world. എന്നാൽ അപ്പോൾ തന്നെ യേശുവിൻ്റെ അമ്മ മറിയയെ അത്രത്തോളം പുകഴ്ത്താതെ പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ പാരമ്പര്യ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള നമുക്ക് യേശുവിൻ്റെ അമ്മ മറിയ നമ്മൾ അത്രത്തോളം അധികം വണങ്ങുകയോ ആരാധിക്കുകയോ നിശ്ചയമായിട്ടും നാം ചെയ്യുന്നില്ല. എങ്കിൽ പോലും അമ്മ മറിയയെ നമ്മൾ അല്പമെങ്കിലും കുറച്ച് കാണിക്കുന്നുവോ എന്ന ചിന്തയുണ്ട്. We also sometimes think that actually we come from different denominations of Christianity. We don't talk a lot about Mother Mary, but still we respect her. പക്ഷേ ലോകത്ത് ഉള്ള അമ്മമാരിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ട, ഞാൻ ആവർത്തിച്ച് പറയാം, ബഹുമാനിക്കപ്പെടേണ്ട ഒരു വനിതയാണ് യേശുവിൻ്റെ അമ്മ മറിയ. I have to say that actually among all the mothers in this world has seen Jesus' mother is a person who has to be respected. കാരണം യേശുവിൻ്റെ മനുഷ്യ പ്രകൃതി
യേശുവിന് ലഭിച്ചത് തൻ്റെ അമ്മയായ മറിയയിൽ കൂടെയാണ്. Because we knew that the human nature of Jesus Christ was come through Mary. ദൈവപുത്രനായി ജനിച്ച യേശുവിൽ കാണപ്പെട്ട മനുഷ്യ പ്രകൃതി, ഹിസ് ഹ്യൂമൻ ബ്രീഡിംഗ്, യേശുവിന് ലഭിച്ചത് അമ്മ മറിയയിൽ It കൂടെയാണ്. is through the Mother Mary that actually Jesus received his human nature, human breed. യേശുവിൻ്റെ അമ്മ മറിയ യേശുവിന് ജന്മം കൊടുക്കാനിടയായി തീർന്നു എന്നതൊരു യാദൃശ്ചിക സംഭവമല്ല, അത് മുന്നമേ ദൈവം നിശ്ചയിച്ച ഒരു സംഭവമായിരുന്നു. It is not a coincidence that Mother Mary gave birth to Jesus, but it was planned by God in advance. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മ മറിയയെ പോലെ ലോകത്തിൽ ഇത്രയധികം സന്തോഷിക്കാനിടയായി തീർന്നിട്ടുള്ള മറ്റൊരമ്മയില്ല. At the same time, there was no other mother who was so happy and glad when they heard about the birth of Jesus. അതുപോലെ തന്നെ ഇത്രയധികം ദുഃഖം പേറേണ്ടി വന്ന മറ്റൊരമ്മയും ലോകത്തുണ്ടായിട്ടില്ല. At the same time, there was no other mother who had to go through such a sad time. ഇപ്പോൾ സ്വന്തം മകൻ്റെ മരണം, ക്രൂശ് മരണം നേരിൽ കാണാൻ മറിയ അമ്മ ക്രൂശിന് അരികെ നിൽക്കുകയാണ്. At this point, she is standing by the cross, seeing her son being crucified on the cross. രണ്ടാമത് ഈ ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നത് അവൻ്റെ അമ്മ മറിയയും മറിയയുടെ സഹോദരി, അമ്മയുടെ സഹോദരി എന്ന് നാം വായിക്കുന്നുണ്ട്. We see the next person is his mother's sister. പേര് പറയാത്ത ഈ സഹോദരി ആരാണ്? Who is this sister who is mother's sister? സബദിയുടെ ഭാര്യ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. We understand that she is the wife of Zebedee. ശലോമി എന്നാണ് അവളുടെ പേര്. Her name is Salome. യോഹന്നാന്റെയും യാക്കോബിന്റെയും അമ്മ. She is the mother of John and James. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഫസ്റ്റ് കസിൻ ആയിരുന്നു യോഹന്നാൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And so we see that they are the cousin of Jesus. യോഹന്നാനിൽ ഈ സുവിശേഷം എഴുതിയപ്പോൾ അമ്മയുടെ പേരെന്തുകൊണ്ട് എഴുതിയില്ല? So we think, why did John not write his mother's name? അത് നമുക്ക് അല്പം ചിന്തിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. This is something we should think about. ആ യോഹന്നാന് ഒരു പ്രകൃതിയുണ്ട്. തൻ്റെ പേരോ തൻ്റെ കുടുംബത്തിലെ ആരുടെയോ പേരോ പരാമർശിക്കുന്നത് തൻ്റെ ഒരു പ്രകൃതിയല്ല. He said that it is not his way of talking about himself or his family in his words. തൻ്റെ പേര് കുറിക്കേണ്ട എഴുതേണ്ട ഒരു സ്ഥാനത്ത് വന്നത് യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ് തൻ്റെ പേര് ഒഴിവാക്കിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. At a point there was a place where he was supposed to introduce himself by his name, but he said a disciple loved by Jesus. തൻ്റെ പേര് പറയാൻ താല്പര്യപ്പെടാത്ത യോഹന്നാൻ തൻ്റെ അമ്മയുടെ പേരും ഇവിടെ എഴുതിയില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. The same way John did not want to say his name, he did not even write his mother's name. മൂന്നാമത് നമ്മളിവിടെ വായിക്കുന്ന പേര് ക്ലെയോപ്പാവിൻ്റെ ഭാര്യയാണ്. The third person is Mary, the wife of Cleopas. ക്ലെയോപ്പാവിൻ്റെ ഭാര്യ, The wife of Cleopas. അല്ലെങ്കിൽ യാക്കോബിൻ്റെ അമ്മ, മദർ ഓഫ് ജെയിംസ് ദ ലെസ്, ജോസെ, ജൂഡാസ് തുടങ്ങിയവരുടെ അമ്മ. She is the mother of James and Judas as well. എമ്മാവുസിലേക്ക് യെരുശലേമിൽ നിന്ന് പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരുപക്ഷെ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ക്ലെയോപ്പാവ് ആയിരിക്കാം, നീ ക്ലെയോപ്പാവ് എന്ന് അഭിപ്രായമുണ്ട്. We see that actually the two disciples, when they are going to Emmaus, it could be the same person we are talking about here. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ക്ലെയോപ്പാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. He was a very nice person. അദ്ദേഹം യേശുവിൻ്റെ ഒരു ശിഷ്യനായി ജീവിച്ച ഒരു മനുഷ്യനാണ്. He lived as a disciple of Jesus. തൻ്റെ ഭാര്യ യേശുവിൻ്റെ ക്രൂശിനരികെ നിന്ന തൻ്റെ ഭാര്യയുടെ ധീരമായ ആ ചുവടുവെപ്പ് കൊണ്ട് താനും ഒരുപക്ഷെ ആ സമൂഹത്തിൽ അക്കാലത്ത് പ്രസിദ്ധനായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We understand he also became very famous because his wife took a bold step to stand by the cross of Jesus. പക്ഷേ ഈ അപകട രംഗത്ത് അന്ന് ക്ലെയോപ്പാവിനെ മുമ്പിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആൾക്കൂട്ടത്തിൽ എവിടെയോ താൻ മറഞ്ഞിരിക്കുന്നുണ്ട്. We see that Cleopas was not seen somewhere visible, but somewhere in the midst of the people he was still there. എന്നാൽ തൻ്റെ ഭാര്യ മറ്റൊരു നിലപാട് സ്വീകരിച്ചു. തൻ്റെ സഹോദരിമാരോടുകൂടെ യേശുവിൻ്റെ ക്രൂശിനരികെ നിൽക്കുകയാണ്. But his wife took a different decision. Actually, he decided to stand beside with the sisters next to the cross. ഈ നാലാമത് നാം കാണുന്ന പേര് മഗ്ദലക്കാരത്തി മറിയയാണ്. The fourth person is the Mary Magdalene. വളരെ അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു വനിത തന്നെയായിരുന്നു. She is a very known person at that time. അനേക ദുരാത്മാക്കളെ യേശു അവളിൽ നിന്ന് പുറത്താക്കി. Jesus was able to drive out a lot of evil spirit from her. വേദപുസ്തകം പറയുന്നത് ഗലീല തുടങ്ങി തൻ്റെ തങ്ങളുടെ വസ്തുക്കൾ കൊണ്ട് യേശുവിനെ ശുശ്രൂഷിച്ച പല സ്ത്രീകളിൽ ഒരുവളായിരുന്നു മഗ്ദലക്കാരത്തി She was മറിയ. one of the ladies who actually served God with great enthusiasm. യേശുവിൻ്റെ ക്രൂശുമരണത്തെ നേരിൽ നോക്കിക്കാണാൻ ധൈര്യപ്പെടാൻ അധികം പേര് ഇല്ലാതിരുന്ന ആ കാലത്ത് ഈ മൂന്ന് പേരോടുകൂടെ മഗ്ദലക്കാരത്തി മറിയയും ചേർന്നിരുന്നു. A time when nobody had the audacity to come and witness the crucifixion of Jesus, they took a step there. ഇവർ നാലുപേരും നിന്ന ആ ഇടം, ആ പൊസിഷൻ, ആ സ്ഥലം നമുക്ക് ഒന്ന് നോക്കാം.
Let us take a look at the place where they are standing by. അവിടെ എഴുതിയിരിക്കുന്നത് ബൈ ദ ക്രോസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ ക്രൂശിന് അരികെ നിന്നിരുന്നു. We see that actually it says they stood by the cross of Jesus. അവർ നിന്നിരുന്ന ആ ഇടം നമ്മളൊന്ന് പഠിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. We can understand a couple of things when we study the place where they were standing. ഒന്നാമത് നമുക്കവിടെ ശ്രദ്ധേയമായിരിക്കുന്ന അവർ കാണിച്ച ധൈര്യമാണ്. First thing is that actually the courage they show. ഗ്രേറ്റ് ഫോർട്ടിറ്റ്യൂഡ്, അവിടെ ഭയങ്കര അവരുടെ ആ മനസാന്നിധ്യം അല്ലെങ്കിൽ ധൈര്യം അവിടെ പ്രശംസനീയമാണ്. It is actually praisable, their presence of mind and their fortitude to stand. കാരണം ഇവർ 4 പേരും, ഈ സഹോദരിമാർ 4 പേരും നോക്കിക്കാണുന്ന കാഴ്ച അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ക്രൂശ് മരണം അത്ര ആശ്വാസപ്രദമായിരുന്നില്ല, അത്ര അനുകൂലപ്രദമായിരുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. It was not a favorable scene what they were seeing on the cross. It is very disheartening. ക്രൂശിക്കപ്പെടുന്ന യേശുവിൻ്റെ മരണം, ആ ക്രൂശ് മരണം ഒരു സാധാരണ ക്രൂശ് മരണമായിരുന്നില്ല. The crucifixion of Jesus was not just a normal crucifixion. ഒരു സാധാരണ മരണമേ ആയിരുന്നില്ല യേശുവിൻ്റെ ക്രൂശ് മരണം. Normal death of Jesus. വളരെ അപമാനകരമായ ഒരു മരണം. It was a very disgraceful death. തങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹിതനും എല്ലാമായിരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഇത്ര അപമാനകരമായ കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കുന്ന ആ ക്രൂശ് മരണരംഗം. That crucifixion is where actually the loved one is going through a very disgraceful time. തലയിൽ മുൾമുടി അടിക്കപ്പെടുന്നു. He has a crown of thorns. പടയാളികൾ വന്ന് തന്റെ രോമം പറിച്ചെടുക്കുന്നു. We see the soldiers come and pull his hair. തന്റെ മുഖത്ത് പടയാളികൾ തുപ്പുന്നു. The soldiers are spitting on his face. ആണികൾ തന്റെ കൈകാലുകളിൽ അടിക്കുന്നു. People are beating him in his leg. ഈ രംഗം ഈ 4 സ്ത്രീകൾ നോക്കി കാണുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. It is not an easy thing that these 4 ladies are looking on to this. ഇതുപോലെയുള്ള രംഗം വേണ്ട. കുറഞ്ഞപക്ഷം എവിടെയെങ്കിലും വീഴുന്നത് കണ്ടാൽ തന്നെ തലകറങ്ങി വീഴുന്നവരാണ് പൊതുവെ സ്ത്രീകൾ. Ladies usually faint even if they see somebody falls on the ground. അപ്പോൾ ഈ ഒരു മരണം നേരിൽ കാണാൻ അവർക്കുണ്ടായ ധൈര്യം വളരെ ശ്രദ്ധേയമാണ്. So the courage they showed to come and witness this death is something praisable. മാത്രമല്ല അവർ നിന്ന ആ ഇടം വളരെ ശ്രദ്ധേയമാണ്. അവർ നിന്നത് നിമിത്തം അവർക്ക് സംഭവിക്കാൻ പോകുന്ന, പിന്നീട് അവർക്കുണ്ടാകാൻ പോകുന്ന ആക്ഷേപങ്ങളും പട്ടണത്തിൽ അവർ കേൾക്കാൻ പോകുന്ന പഴികളുമൊക്കെ ഏറെ വലുതാണ്. And also they were aware of very much what they will be hearing and what they will have to go through in future in the city. യേശുവിനെ വേണ്ടാത്ത, യേശുവിനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കിയ അല്ലെങ്കിൽ തൻ്റെ ശത്രുക്കൾ, ഒത്തിരി ശത്രുക്കൾ അടുക്കിലേക്ക് ഇവർ 4 പേരും അത് കഴിഞ്ഞാൽ മടങ്ങി വരേണ്ടതുണ്ട്. After the crucifixion of Jesus, they will have to come back to the city where there is lot of enemies who crucified Jesus. പട്ടണത്തിൽ നിന്ന് യേശുവിനെ പുറത്താക്കിയതുപോലെ ഒരുപക്ഷെ അടുത്ത ദിനങ്ങളിൽ ഇവർക്ക് നേരെ അപമാന ശരങ്ങൾ ആ പട്ടണവാസികൾ, ആളുകൾ തൊടുത്തുവിട്ടേക്കാം. There is a high chance actually the same way these people outstepped Jesus out of the city, they could outstep these ladies. മാത്രമല്ല ഇങ്ങനെയുള്ള പൊതു രംഗത്ത് സ്ത്രീകൾ അക്കാലത്ത് പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നതും സാധാരണമല്ല. It is not normal that ladies would come forward and be a part of such activities. അനുകരണീയമല്ല. It is not acceptable too. പക്ഷേ ഈ സാഹചര്യത്തിലും അവർ യേശുവിൻ്റെ ക്രൂശിന് അരികെ നിന്നിരുന്നു. But in all the situations they stood by the cross of Jesus. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പിന്നീട് നേരിടാൻ പോകുന്ന അപകടമാണ്. Next is the accident or the problem they are going to face next one. യേശുവിനെ അവർ ശത്രുക്കൾ ക്രൂശിച്ചു കൊന്നു. We see that actually Jesus is crucified by his ഇനി enemies. അടുത്തവൻ തന്റെ സ്നേഹിതരായി തന്നെ പിൻപറ്റിയവരെ ഒരുപക്ഷെ ലോകം കൈകാര്യം ചെയ്തെന്ന് വന്നേക്കാം. Maybe the next person would to be handled will be his disciples and followers. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിന്റെ ശത്രുക്കളുടെ പല്ലുകൾക്ക് ഇവർ 4 പേരും പിന്നീട് ഇരയായി എന്ന് വന്നേക്കാം. We see that actually there is a high chance they could become a prey to the teeth of their enemies. തങ്ങളുടെ ഗുരു മരിക്കുന്നത്, ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്നത് മുഖാമുഖം നേരിൽ കാണാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ 4 സ്ത്രീകൾ യേശുവിൻ്റെ ക്രൂശിന് അരികെ നിന്നു. As Jesus is giving his life away in the cross, even his disciples ran away. In that situation, these ladies are standing with ഈ ക്രൂശിന് അരികെ നിൽക്കാൻ ഇവർക്കുണ്ടായ ധൈര്യം എവിടെ നിന്ന് കിട്ടിയതാണ്? Where did they get the courage to stand by the cross? അത് അവർ തന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ലഭിച്ച ധൈര്യമാണ്. It is by the love they had for him. മാതൃസ്നേഹം. It is a love of mother. അമ്മ തൻ്റെ മകനോട് കാണിച്ച സ്നേഹത്തിന് കൂട്ടായ്മ നിൽക്കാൻ കാണിച്ച മറ്റ് സഹോദരിമാരുടെ സ്നേഹം. The other sisters stood by for the love the Mother Mary was showing to her son. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ, ചിന്തിക്കാൻ കഴിഞ്ഞ ഒരു അത്ഭുതകരമായ കാര്യം,
ഇത്ര ദയനീയമായ, ഇത്ര സങ്കടകരമായ, കഷ്ടമേറിയ ഒരു മരണം നേരിൽ കാണാൻ ഇവർ 4 പേർക്കും ലഭിച്ച ആ ധൈര്യം എവിടെ നിന്ന് ലഭിച്ചതാണ്? അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച സെൽഫ് കൺട്രോൾ, സ്പിരിറ്റ് ഓഫ് സെൽഫ് കൺട്രോൾ എവിടെ നിന്ന് ലഭിച്ചതാണ്? The courage and the spirit of self-control that these ladies had with them to witness such a disgraceful death, where did they get from? പല അമ്മമാരും ഇതുപോലെയുള്ള രംഗങ്ങളോ ഇതിൽ കുറഞ്ഞ തങ്ങളുടെ മക്കൾക്ക് നേരിടുന്ന വേദനിക്കുന്ന അനുഭവങ്ങൾക്കോ മുമ്പിലൊക്കെ സമനില തെറ്റിപ്പോയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. I see that actually ladies go through very much of frustration or challenges when they see their son or children would go through such bad. നമ്മുടെയൊക്കെ മക്കൾക്ക് നേരിടുന്ന പല അപകടങ്ങൾ പലപ്പോഴും അമ്മമാരെ നമുക്ക് കാണാൻ കഴിയാതെ, നമ്മുടെ സ്നേഹിതരുടെ അപകടങ്ങൾ നേരിൽ കാണാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ മുഖം മറച്ചു കളയാറുണ്ട്. We have actually taken our face away by not able to look at some of the accidents that have unfolded in front എനിക്ക് of us. കാണുകയേ വേണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും നാം തലതിരിച്ചു കളയാറുണ്ട്. There are times when we turn our faces away by saying, I am not able to see this. എന്നാൽ ഇവർ 4 പേരെയും ശ്രദ്ധിക്കുക. But let us focus on these 4 people. ഒരു ശാന്തത അവരുടെ മുഖത്തുണ്ട്. There is a state of calmness in them. അവരുടെ മുഖത്തൊരു ധൈര്യമുണ്ട്. In their face there is a courage. അവർ ഈ രംഗം നോക്കി നേരിൽ കണ്ട് യേശുവിന്റെ ക്രൂശിനോട് അരികെ നിൽക്കുകയാണ്. They are standing by the cross looking at what is unfolding in front of them. എവിടെ നിന്നാണ് അവർക്ക് ഈ ശാന്തതയുടെ സ്പിരിറ്റ് കിട്ടിയത്? Where did they get this spirit of calmness? ആ ശാന്തതയുടെ സ്പിരിറ്റ് ആ ക്രൂശിൽ കിടക്കുന്നവനിൽ നിന്ന് അവന് കിട്ടിയതാണ്. They got it from the one who is on the cross. കാരണം അവർ കാണുന്ന യേശു അവൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിൽ അവൻ സമനില തെറ്റിപ്പോയിട്ടില്ല. We see that actually Jesus was looking very calm and normal in this. അവിടെ കിടക്കുന്ന തങ്ങളുടെ ഗുരു കർത്താവ്, തങ്ങളുടെ യജമാനൻ ഈ കഷ്ടങ്ങളൊക്കെ സഹിക്കുമ്പോഴും നല്ല കോൺഫിഡൻസോടുകൂടെ, നല്ല സന്തോഷത്തോടുകൂടെ, നല്ല സംതൃപ്തിയോടുകൂടെ ആ ക്രൂശിൽ തൻ്റെ സമയം ചെലവഴിക്കുകയാണ്. They see that actually Jesus, their master, is on the cross. He is actually looking confident and very calm. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കാൻ ധൈര്യം കാണിച്ച ഇവർ 4 പേർക്കും കിട്ടിയ ധൈര്യവും കൃപയും ആ ക്രൂശിൽ കിടക്കുന്നവനിൽ നിന്ന് കിട്ടിയതാണ്. This challenging time, they got the courage and the grace to withstand this challenges from the one who is on the cross. മനസ്സിലാകുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Let us praise God whoever understands. തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത, തങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത ഇടത്ത് തങ്ങളെ നിർത്തുവാൻ തക്കവണ്ണം ആ ക്രൂശിക്കപ്പെട്ടവനിൽ നിന്ന് തങ്ങളുടെ അടുക്കലേക്ക് ഒഴുകി വരുന്ന ദൈവകൃപ, അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. We understand is that Jesus Christ sends out his grace on them, that they are able to stand with courage and boldness in front of the cross. ഇവരുടെ ഈ നിലപാട് യേശുവിൻ്റെ ക്രൂശിനരികെ ആ അപകട രംഗത്ത് നിന്ന ആ നിൽപ്പ് എനിക്കും നിങ്ങൾക്കും ഒരു അനുകരണീയമാകണം. This is something that we should follow as a children of God, to stand by the cross in this tough situation. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? What do we understand from this? എല്ലാവരും വിട്ടുപോയ രംഗം. There is a situation where everybody has left Jesus. തന്റെ അരുമ ശിഷ്യന്മാർ പോലും തന്നെ വിട്ട് ദൂരത്ത് മാറി നിൽക്കുന്ന ആ രംഗത്ത് His loved disciples ran away and they are standing afar. യേശുവിന്റെ കഷ്ടത്തിന്റെ ഏറ്റവും അധികം, തന്റെ പരീക്ഷണത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയുടെ ആ നിമിഷങ്ങളിൽ, Jesus is going through the minutes of the peak of his തന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ ഏറ്റവും ആ മൂർധന്യമായ സമയത്ത് he was at the peak of his hardship going through. ആരും തന്റെ അടുക്കൽ നിൽക്കാനില്ലാതിരുന്ന ആ രംഗത്ത് There was nobody to stand besides him. തൻ്റെ സന്തോഷത്തിന്റെ സമയത്ത് 100 കണക്കിന് ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. During his days of happiness, there was hundreds of people. യെരുശലേമിലേക്കുള്ള ആ യാത്രയിൽ അതേ ആളുകൾ കൂട്ടം കൂടി ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പാടിയപ്പോൾ അന്ന് കൂടെ ആളുകൾ ഉണ്ടായിരുന്നു. When he was going to Jerusalem, there was a lot of people to worship and praise him. അന്ന് പത്രോസ്, യോഹന്നാനും യാക്കോബും മുമ്പിൽ ഉണ്ടായിരുന്നു. We see all his disciples were there. ലാസറിനെ ഉയർപ്പിച്ച് പട്ടണം ഇളകിയപ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. When Lazarus was risen and everybody else was there together. 5 അപ്പവും 2 മീനും വാഴ്ത്തി കൊടുത്തപ്പോൾ ഞങ്ങളും ഇവന്റെ കൂടെയാണെന്ന് പറയാൻ ആളുണ്ടായിരുന്നു. When he was breaking the bread and feeding the 5,000, there were people with him. തന്റെ ശക്തി, ദൈവിക ശക്തി പല ഇടങ്ങളിലും പ്രകടമാക്കിയപ്പോൾ ഞങ്ങൾ ഇവന്റെ ആൾക്കാരാന്ന് പറയാൻ ആളുണ്ടായിരുന്നു. When he displayed the mighty power of God, there was a lot of people to say that actually I belong to him. തിരകളും തിരമാലകളും ആഞ്ഞടിച്ചുയർന്നപ്പോൾ കൈ ഉയർത്തി അടങ്ങ എന്ന് പറഞ്ഞ് കടലിനെ ശാന്തമാക്കിയപ്പോൾ നെഞ്ചി വിരിച്ച് ഞങ്ങൾ ഇവന്റെ പക്ഷക്കാരാണെന്ന് പറയാൻ ആളുണ്ടായിരുന്നു. There are people to say that actually we belong to him when he was calming the storm in the വാക്കിൽ അനേക ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ഞങ്ങളും ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് പറയാൻ ആളുണ്ടായിരുന്നു. When Jesus was casting away
the demons, there was a lot of people said, I belong to this same. എന്നാൽ ഇവിടെ മുഴുവൻ പാതാള ശക്തിയും ദൈവപുത്രനെതിരെ തിരിഞ്ഞ് താൻ ക്രൂശിൽ ആണികളെ അടിക്കപ്പെടുമ്പോൾ സ്വർഗം പോലും തനിക്ക് നേരെ മൗനമായിരുന്ന ആ രംഗത്ത് ആരും ഇല്ലാതിരിക്കെ 4 സ്ത്രീകൾ ആ ക്രൂശിനോട് ചേർന്ന് നിന്നു. We see the whole of 80s and even the heaven actually changed and turned the face away. When nobody else is left, these 4 ladies stood by cross. ദൈവപുത്രന്റെ മേൽ വെളിപ്പെട്ട ദൈവമഹത്വം പോലും ഒരു നിമിഷം മാറിപ്പോയ സമയത്ത് ഇവിടെ ഇതാ 4 പേർ ചേർന്ന് നിന്നിരുന്നു. We see that actually the glory of God that came upon Jesus Christ also stepped aside when these 4 people were. എല്ലാവരും വിട്ടുപോയപ്പോൾ അവർ 4 പേരും യേശുവിന്റെ ക്രൂശിനോട് ചേർന്ന് നിന്നു. When everybody else left the cross, they 4 stood by the cross. വലിയ ക്രൗഡിൽ ആൾക്കൂട്ടത്തിൽ ഒരുവനായി നിൽക്കുന്നതോ അതോ 4 പേരിൽ ഒരാളായി നിൽക്കുന്നതാണോ എളുപ്പം? Which is the easier one, to be a part of a big crowd or be a part of the 4 people in there? ഈ കാലഘട്ടത്തിൽ ദൈവസഭയോട് ദൈവം പറയുന്നത് ആൾക്കൂട്ടത്തിനൊടുവിൽ ഒരുവനായി, ആൾക്കൂട്ടത്തിനിടയിൽ ഒരുവനായി നിൽക്കാൻ അനേകരുണ്ടാകും, പക്ഷേ 4 പേരിൽ ഒരാളായി നിൽക്കാൻ അനേകരുണ്ടാവില്ല. Let me remind you, church, there will be a lot of people to stand, be a part of the crowd, but a very few people to be a part of one among these 4 people. ജയാഘോഷം നടത്തുന്ന ആൾക്കൂട്ടത്തിനിടയിൽ കൂടി നിൽക്കാൻ എളുപ്പമാ, പക്ഷേ ഇതുപോലെ വേദനിക്കുന്ന, ഒറ്റപ്പെടുന്ന, എല്ലാവരും കാണുന്ന, എല്ലാവരാലും പരിഹസിക്കപ്പെടുന്ന ജീവിത മേഖലകളിൽ വരുമ്പോൾ ഞാൻ യേശുവിൻ്റെ കൂടെയുള്ളവനെന്ന് പറയാൻ അത്ര എളുപ്പമല്ല. അങ്ങനെയുള്ള രംഗത്ത് നിൽക്കുന്നവനെയാണ് സ്വർഗത്തിന് വേണ്ടത്. The heaven needs people, not anybody who has been good times together, but when they are going through a bad time, a challenging time, if you stand by Jesus. പത്രോസേ, യാക്കോബേ, ഫിലിപ്പോസേ, നീ എവിടെയാണ്? ഞങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ എവിടെയാണ്? ആരും കാണാതെ അങ്ങാ ജനത്തിനിടയിൽ എവിടെയോ ഉണ്ട്. All his loved disciples, all are still there, but they are all lost into the crowd. എല്ലാവരും വിട്ടുപോകുമ്പോൾ ഞാൻ നിൽക്കും എന്ന് തീരുമാനിക്കാൻ എത്ര പേരുണ്ട്? How many are here to decide that actually when everybody else will leave, I will be here? എല്ലാവരും അതേ വെറുക്കുമ്പോൾ ഞാൻ നിൽക്കാനുണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട്? I will be still standing firm with God when everybody else will hate. എല്ലാവരും ഞങ്ങളുടെ നിലപാടുകൾ മാറ്റുമ്പോൾ ഇല്ല, എനിക്ക് ഏൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി അവസാനം വരെ ദൈവപുത്രനോട് ചേർന്ന് നിൽപ്പം ഞാനുണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട്? How many of you would say that actually when everybody else will change their plans and decisions, will you say that I would be standing by the God? ഇവർ 4 പേരും പരിശുദ്ധാത്മാവ് സുവിശേഷങ്ങൾ കൂടെ എഴുതിയിരിക്കുന്നത് അവർ യേശുവിന്റെ ക്രൂശിനരികെ നിന്നിരുന്നു. We see that actually in written Gospels, all 4 of them were standing by cross. ഓരോ ചുവടുകളും യേശുവിന്റെ ക്രൂശിനോട് അവരെ അടുപ്പിക്കുകയായിരുന്നു. Each and every step they take was getting closer to cross. വളരെ അത്ഭുതകരമായ ഒരു കാര്യം ഇവർ 4 പേരും സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. Most amazing thing is that all 4 of them were women. സ്ത്രീകൾ ബലഹീന പാത്രമാണ്. We see that actually they are weak in their അവർക്ക് അധികാരങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. they may not be able to a lot of things. അവിടെ ചെന്ന പടയാളികളെ പിടിച്ചു മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. They may not be having the strength to pull away the soldiers. റോമൻ സർക്കാരിന്റെ നടപടി അത് ശരിയായിരുന്നില്ല എന്ന് വാദിക്കാൻ കോർട്ടിലേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല. They don't know to go a court of law and speak against the Romans. ഇതെല്ലാം കാട്ടിക്കൂട്ടി യഹൂദ പരീക്ഷകൾക്കെതിരെ പ്രസംഗിക്കാൻ അവർക്ക് കഴിയുന്നില്ല. They don't know to preach against the priest of the days. അവർ തീർത്തും നിസ്സഹായരാണ്. They are totally helpless. അവിടെ ദാഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കാൻ അവർക്ക് 4 പേർക്കും കഴിഞ്ഞില്ല. They were not able to give a glass of water when Jesus said, I'm thirsty. പക്ഷേ അവർക്കൊന്ന് ചെയ്യാൻ കഴിയുമായിരുന്നു. But there is one thing they were able to do. ക്രൂശിനരികെ നിൽക്കാൻ കഴിയുമായിരുന്നു. They stood closer to Jesus. മറ്റൊന്നും ചെയ്യാൻ നിനക്ക് കഴിയാതിരിക്കുമ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ എത്ര പേർ സമർപ്പിക്കപ്പെടും? How many of you will submit yourself to do something that God will lead you to do when you're not able to do? കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Let us all lift a hand. കർത്താവേ, എനിക്ക് മറ്റു പലതും ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോവുകയല്ല, മറിച്ച് എനിക്ക് ഇതേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് യേശുവിന്റെ ക്രൂശിന് ചേർന്നൊന്ന് നിൽക്കാൻ. Sometimes we would say, God, I'm not able to do a lot of things in my life, but can you say that, God, I can step closer to cross and stay beside you? ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരുടെ ചുവടുകൾ ക്രൂശിനോട് അടുപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോഴും നിൽക്കുന്നിടത്തെങ്കിലും നിൽക്കാൻ, പുറകോട്ട് പോകാതെ നിൽപ്പാൻ അതേ അവർ ആഗ്രഹിച്ചു. They wish that actually even though they are not able to get closer to the cross, they stood at the place where they stood. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കേണ്ട ദൈവമക്കളെ, ജീവിത പ്രതിസന്ധിയുടെ നടുവില്
മുന്നോട്ട് പോകാൻ കഴിയാതെ കാലുകൾ ബലഹീനമാകുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപയ്ക്കായി ചോദിച്ച കർത്താവേ, ഒരു ചുവട് പോലും പുറകോട്ട് പോകാതെ കുറഞ്ഞ പക്ഷം നിൽക്കുന്നയിടത്ത് വിശ്വാസത്തിന് വേണ്ടി കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് പകൽ എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും? How many of you pray that God, I'm not able to go forward, but please bless me and give me the grace that I will not take a step behind. ഞാൻ ഒരു കാര്യം കൂടെ ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട് ദൈവസഭയോട് പറയട്ടെ. Let me tell you, church, as a part of this sermon. അവർ നിന്ന ഇടം എവിടെയാണെന്നറിയാമോ? Do you know where they stood? അവരെ ക്രൂശിനരികെയാണെന്നാ വായിക്കുന്നത്. We read that it is by the cross. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായ കലവറയുടെ അടുക്കലാണ് അവർ നിന്നത്. But they stood by the most biggest treasure they can find in the world. Richest treasury in the world. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നതയുടെ ഉറവിടത്തിന്റെ അടുക്കലാണ് അവർ നിന്ന്. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. They were standing by the origin of the world's biggest treasure. പുറമേ കാണപ്പെടുന്നയിടത്ത് ഷെയിമാണ് കാണുന്നത്. When we see outside, they only see shame. പോവർട്ടിയാണ് അവിടെ കാണുന്നത്. They see poverty. അൺടോൾഡ് ആഗണിയാണ് അവിടെ കാണുന്നത്. They see a lot of agony over there. അവിടെ മിസറിയാണ് കാണുന്നത്. They see a lot of misery over അല്ലേ? there. യേശുവിന്റെ ക്രൂശര് രംഗത്ത് ബാഹ്യമായി നാം നോക്കിയാൽ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. We see only all these things when we see outside. പക്ഷേ അകമേ നോക്കിയാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? But when we see inside, what we see? ഉള്ളിലേക്ക് കയറി ചെന്നാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? As we look inside, what do we see? അവിടെ പാപത്തിനുള്ള പരിഹാരം, We see that actually our forgiveness of sins. പാപക്കറകൾ കഴുകപ്പെടാനുള്ള ഉറവ അവിടെ തുറക്കപ്പെടുകയായിരുന്നെന്ന്. We see that actually a new origin of water has come. സകല മാനവ കുലത്തിന്റെയും പാപപരിഹാരത്തിനുള്ള പാപത്തിന്റെ ഉറവ തുറക്കപ്പെടുന്ന ഇടത്താണ് അവർ ചേർന്ന് നിന്നത്. They stood behind the wall, the water that will wash away all the sins. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ലോകത്തിന് കാണാൻ കഴിയാത്തൊരു ധന്യത, സമ്പന്നത, ഉറവിടം ആ ക്രൂശിനരികെ ഇവർ നാലുപേരും കണ്ടു. They were able to see an origin or a richness in that cross which nobody ആ else ക്രൂശിൽ കിടന്ന് വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായെന്നാണ്. We see that actually Jesus said finally that everything is finished. ഒരു വാക്കുകൂടെ ഞാൻ ഓർപ്പിക്കാം. അവർ ക്രൂശിന് വേണ്ടി, ക്രൂശിക്കപ്പെട്ടവന് വേണ്ടി ചെയ്തതിനേക്കാൾ എത്രയോ 100 മടങ്ങ് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നവന് ഇവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. And all of us remember that actually more than what they did for Jesus, how much more was Jesus able to do for ഒരു them? വാക്ക് പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. Let me conclude my words with അവൻ്റെ ക്രൂശിൻ്റെ അടുക്കൽ നിന്നവർക്കായി അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും അവൻ നിൽക്കും. We see that actually since he Praise stood the by the Lord. cross at that time, in that trouble he will be beside. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ കർത്താവ് നിമിത്തം, അവന്റെ ക്രൂശ് നിമിത്തം, അവന്റെ നാമനിമിത്തം വല്ലതും സഹിക്കേണ്ടി വന്നാൽ ഞാൻ ഉറപ്പായി പറയാ, നിന്റെ പ്രതിസന്ധിയുടെ ആവശ്യത്തിന്റെ സംഘർഷങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരുവനാണ് യേശു. ഹല്ലേലൂയ. We see that actually if you stood by the cross, whenever you have challenges and tough times, Jesus will stand beside you during your tough days. ലോകം നോക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവന്റെ അവസാനം അവിടെയാണ്. We see that actually when the world sees, we see the end of the one who is പക്ഷേ ഇവർ crucified. 4 പേര് നോക്കിയപ്പോൾ When these 4 people were looking on, ആ തലയിൽ കാണുന്ന മുൾക്കിരീടം the crown they are seeing of thrones, ഒരു ദിവസം പൊൻകിരീടമായി മാറും. it will become a golden crown. അവൻ പറഞ്ഞ മുഴുവൻ വാഗ്ദത്തവും നിറവേറ്റപ്പെടും. All the promises he അവൻ made will come true. രാജാധിരാജാവായി വരും. He will become a king of kings. തന്നെ മടിയിലിട്ട് പാല് കൊടുത്ത് വളർത്തിയ അമ്മ മറിയയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. His own mother അവനിൽ Mary നിന്ന് നടന്നു also വീണ വാക്കുകൾ അവളെ ധൈര്യപ്പെടുത്തി. the words he said actually encouraged her. അവളോട് ചേർന്ന് നിന്ന മറ്റ് 4 സഹോദരിമാർക്കും ആ ധൈര്യവും പ്രത്യാശയും ഉണ്ടായിരുന്നു. The same faith and courage was in the ladies who was beside her. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Let us all praise the Lord. യേശുവിന്റെ ക്രൂശിനരികെ നിന്നിരുന്നു. They were all standing by the cross. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ നാളുകളിൽ ക്രൂശിനോട് ചേർന്ന് നിൽക്കാം. These days let us all get closer and stand by the അവിടെയും cross. അത്ഭുതമുണ്ട്, അവിടെയും നന്മയുണ്ട്. താങ്ക് യു ഡിയർ പാസ്റ്റർ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.